എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ വല്ല അറിഞ്ഞ പൂഞ്ഞാറിലുള്ള ആളുകളോട് പറയാനുള്ളത് കേട്ടോ. അവിടുത്തെ ക്രൈസ്തവരായ ആളുകൾ വീഡിയോ കാണാം, ഇസ്ലാമായ ആളുകളും വീഡിയോ കാണണം കേട്ടോ. എന്താന്ന് വെച്ചാലേ, നരേന്ദ്രമോദിയെ തേച്ചൊട്ടിച്ചുകൊണ്ട് PC ജോർജ് ഇറങ്ങി പോവാണ്. വേണ കണ്ടോളി. മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണ്ട. മോദി എൻ്റെ ആഗ്രഹത്തിൽ ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്ന് എൻ്റെ ഒരു മനസ്സിൽ. പക്ഷെ ഇപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ. എടാ, ഇങ്ങനൊക്കെ പച്ചക്ക് വിളിച്ച് പറയണമെങ്കിൽ ഗഡ്സ് വേണം. ഈ ഗഡ്സ് പൂഞ്ഞാറിലുള്ള ഈ ചങ്ങായിക്ക് തന്നെ ഉള്ളൂ, വേറെ ആർക്കാണുള്ളത്? നരേന്ദ്രമോദി പച്ചക്കടം വാസുവാണെന്നാണ് വിളിച്ചു പറയുന്നത്. റിസർവ് ബാങ്കും കൂടി വിറ്റ് കഴിഞ്ഞാൽ ടമാർ പടർ. ഇതൊക്കെ ധൈര്യം തന്നെ കേട്ടാ. ഈ ഒരു കാര്യത്തിന് BJP ഇയാളെ പുറത്തൊന്നാക്കല്ല കേട്ടാ. അയാള് ഭയങ്കര സത്യസന്ധമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട്, അതാണ് അതിന്റെ ഉള്ളിൽ നിന്നിട്ട് പോലും ആർജവം കാണണം. ഇതാണ് ആർജവം. റിസർവ് ബാങ്ക് കൊള്ളയടിക്കുന്ന അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? ഇവിടെ ഞാൻ വെറുതെ പറയുന്നില്ല, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണമൊക്കെ പ്രോവിഡന്റ് ഫണ്ട് ചെല്ലും, കിട്ടുമോ? ഇനി ഈ നേരപ്പോക്കെ എവിടെ കിട്ടാൻ പോകുന്നു? പാപ്പരടിക്കാൻ പോവുക. എന്റെ പൊന്നുമക്കളെ, പച്ചക്കങ്ങ് വിളിച്ച് പറയട്ടെ, പാപ്പരടിക്കാൻ പോവാണ്. ഗ്യാസിന്റെ ഒക്കെ വില എത്ര അല്ലേ? പെട്രോളിന്റെ ഒക്കെ വില എവിടെ കെടുന്നിരുന്ന, അപ്പൊ എവിടെ കിടക്കുന്നു? ജീവിക്കാൻ പറ്റുന്നില്ല. തൊഴിലില്ലായ്മ. മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും പെൻഷൻ പോലും കൊടുക്കാൻ പൈസ ഇല്ല എന്നുള്ളതാ. കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. ഇത് എവിടുന്നാണ് അവ കൊടുക്കുന്നത് അല്ലേ? കേരളത്തിൽ വെച്ചാൽ ഭയങ്കര വികസനം നടക്കുന്നുണ്ട്. മൊത്തം വികസനം അവർ ചെയ്യുന്ന പറയുന്നേ. നമ്മൾ വെറുതെ നോക്ക് കുത്തികള്. എന്റെ പൊന്നു നരേന്ദ്രമോദി ചേട്ടായി, ഈ ചങ്ങായി പറഞ്ഞൊന്ന് കേൾക്കണം കേട്ടാ. നിങ്ങൾ റിസർവ് ബാങ്ക് ഒക്കെ ഇങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോണത്? പാപ്പരായത്രേ, പാപ്പര്. നോട്ട് നിരോധിച്ചു. ഞാൻ നോട്ടൊക്കെ നിരോധിച്ചപ്പം കള്ളപ്പണം പിടിക്കില്ലോ എന്ന് പറഞ്ഞു. 1 രൂപയുടെ കള്ളപ്പണം പിടിക്കാൻ പറ്റും? ഞാൻ കണക്കെടുത്ത് നോക്കി. നോട്ട് പിൻവലിച്ചപ്പോഴോ മുഴുവൻ നോട്ടും തിരികെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കള്ളപ്പണം പിടിച്ച് എവിടെ കള്ളപ്പണം കിട്ടി? എന്തൊരവസ്ഥയടാ! എന്താല്ലേ ഇത്രക്ക് ധൈര്യടാ? ശോഭരാജിന് പോലും ഇല്ലടാ മാതിരി ധൈര്യം. അങ്ങ് എടുത്ത് ഇട്ടിരിക്കല്ലേ. നോട്ട് നിരോധനം എന്തിനാ നടത്തിയത്? നോട്ട് നിരോധനം നടത്തിയത് ചിപ്പുള്ള 2000 നോട്ടിറക്കാൻ വേണ്ടിട്ടാ. അത് ഭൂമിക്കടിയിൽ 200 മീറ്റർ വെച്ചാലും അത് കണ്ടെത്താൻ പറ്റുന്ന പറഞ്ഞത്. അപ്പൊ ഈ 2000 നോട്ട് പോലും കാണാനില്ല എന്നുള്ളത്. അതാണ് അടിയിൽ ഒന്നും കാണൂല എന്ന് പറഞ്ഞത്. എന്നിട്ട് എത്രത്തോളം കള്ളനോട്ട് കിട്ടിയെന്ന എവിടെ കണക്ക്? പൊന്നു PC ജോർജ് സാറേ, നിങ്ങളെ സമ്മതിച്ചു കേട്ടോ. നരേന്ദ്രമോദി ഇതൊക്കെ കേട്ട് ഇരിക്കണ ഇരുത്തം കൂടി കണ്ടോളി. എന്തൊരു ഇരുത്തായിരിക്കുന്ന താമരപ്പൂവിന്റെ ഇതളുകൾ എത്ര ഉണ്ട് എണ്ണിട്ട്. അതെങ്കിലും കറക്റ്റ് അവിടെ ഉണ്ടായ തന്നെ വലിയ ഭാഗ്യം. കാരണം കൈ കിട്ടിയപ്പോഴുള്ള സാധനങ്ങളൊന്നും ഇപ്പൊ ഇല്ലേ. അതൊക്കെ കണ്ണിക്കണ്ട ആളുകളുടെ കൈകളിൽ എത്തിയേ. അദാനി അംബാനി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാ? അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നിട്ടാ. ഇദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുന്നേ വരെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങ് പോക്കലിട്ട് വലുതാക്കി അങ്ങോട്ട് പൊക്കി കൊണ്ടെടുത്ത്. ഇപ്പൊ എല്ലാവർക്കും അറിയാം. അമ്മാതിരി ടീമാണ്. കഴിഞ്ഞില്ല, PC ജോർജ് അങ്ങനെ ഇങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല. ബാക്കി കാണാം. മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണ്ട. 5-1 പെട്രോളിന്റെ വില കുറഞ്ഞിട്ടും ഇപ്പോഴും പെട്രോൾ വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന മോദി ഈ പണം മുഴുവൻ എങ്ങോട്ട് കൊണ്ടുപോകുന്ന അറിയണ്ടേ? അത് കേരളത്തെയും ഇന്ത്യയും വിറ്റ് ചുട്ടു തിന്നുന്നത് തുല്യമാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി എന്നാണ് എന്റെ അഭിപ്രായം. ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്നാണ് എന്റെ ഒരു മനസ്സിൽ. പക്ഷെ ഇപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിച്ചോണ്ടിരിക്കുന്നു. എന്താടാ ആ ചേങ്ങായി കഷ്ടപ്പെട്ടിട്ട് രാജ്യം ഭരിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ ഊളത്തരം പറയില്ലേ? ഒന്നല്ലെങ്കിൽ നിങ്ങൾ അവിടെ പിടിച്ചിരുത്തിട്ടില്ലേ? ഈ വർഗീയത പറയാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നില്ലേ? ഊളത്തരം വിളിച്ചു പറയില്ലേ PC ജോർജ് സാറേ? അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇലക്ഷൻ വർക്കിന് ഇറങ്ങിയിട്ട് പറയുന്ന കുറച്ച് ഊളത്തരം കൂടി കാണാം. അങ്ങനെ കുറെ പിതാക്കന്മാരുണ്ട്. എന്ത് ഊളത്തരം പറഞ്ഞു കിടക്കുന്ന പിതാക്കന്മാർ. രാഷ്ട്രീയം BJP പറഞ്ഞ ഒരുമാതിരി ഹാലിളകുന്നത് എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ലാഞ്ഞിട്ടാണ് എൻ്റെ അഭിപ്രായം. നീ ഇത് തന്നെ കൊടുത്തേരെ കേട്ടോ. പുതിയ നിയമ ഭേദഗതി ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് PC ജോർജ്. ആശങ്ക ആർക്കും ആവശ്യമില്ല. കേരളത്തിൽ ഈ ക്രിസ്ത്യാനി നമ്മൾ ഇവിടെ കിടന്ന് ചാടുന്നവർ എത്ര ഉണ്ടെന്നറിയാം? ഞാൻ ഉൾപ്പെടെ ക്രിസ്ത്യാനി ഇന്ത്യ രാജ്യത്ത് 2.5% എന്നത്തെയാണ് കിടന്ന് ചാടുന്നത്. BJPയുടെ മാന്യത കൊണ്ടല്ലേ അവരെ ചുവന്നുകൊണ്ട് കിടക്കുന്നത്. ഇത്രയും കൂടെ ക്രിസ്ത്യാനി അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് ഭരിച്ചു പോലും ഇത്തരം ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് ഈ പിതാക്കന്മാരൊക്കെ ഊളത്തരം പറയാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും കടുപ്പിച്ച് പറയുന്നത്. ക്രിസ്ത്യാനികളെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാന്ന് ശരിയാ. മണിപ്പൂരിലും ത്രിപുരയിലേക്കൊക്കെ പോയി നോക്കുമ്പോ എന്താണ് അവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയുടെ അവസ്ഥ?
പള്ളിമിനാരങ്ങളിലേക്ക് വലിഞ്ഞു കയറിയിട്ട് അവിടെ ജയ് ശ്രീരാം വിളിച്ചിട്ട് ഈ ഒരു കാവിക്കോണൊക്കെ ഒരൊറ്റ കുത്തല. അത്ര ഭയങ്കര എന്നുള്ളതാ. ക്രൈസ്തവരായ ആളുകൾ ബൈബിളും പിടിച്ച് റോട്ടിലൂടെ നടന്നു പോകുമ്പോ തലക്ക് 2 കൊട്ട. അത്ര അടിപൊളിയാ. ജയ് ശ്രീരാം വിളിപ്പിക്കുന്നിട്ട് എന്തുവാടേ ഇവനൊക്കെ എവിടുന്ന് വരുന്നടേ? ക്രിസ്ത്യൻസിനൊക്കെ ഭയങ്കര സന്തോഷമാണ് പോലും BJP നിൽക്കുക. BJP വന്നപ്പോ അടിപൊളിയാന്നാ പറയുന്നത്. എന്നതൊന്ന് കേട്ടൊക്കെ ചേട്ടായി. തീർച്ചയായിട്ടും ബൈബിളിലെ ഓരോ വരിയും ഭീകരമാണ്. ശരിക്ക് പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ സങ്കീർത്തനം ഒഴികെ ബാക്കിയെല്ലാം യമറിയ ജമറിയ എന്ന് പറയുന്ന ഭാഗം വായിച്ചാൽ ഇപ്പൊ വായിക്കുന്നതിനൊക്കെ ഞെട്ടിപ്പോകും. ഇതൊരു മതഗ്രന്ഥമാണോ എന്ന് പോലും അത്ഭുതപ്പെട്ടു പോകും. കർത്താവിന്റെ അരുൾ ചെയ്യല് ഒരെണ്ണം പോലും അതിൽ ശാന്തിയുടെയോ സമാധാനത്തിന്റെയോ ഇല്ല. എന്താടാ പച്ചക്ക് ഇങ്ങനെ വിളിച്ചു പറയില്ല. PC ജോർജ് കൈ കെട്ടി ഇടിച്ച് പിഴിയും കേട്ടോ. ഇമ്മതിൽ കൂടത്തരൊന്നും പറയല്ലേ. ഞാൻ സത്യസന്ധനായിട്ടുള്ള ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂടത്തരം കാണിച്ച ഷോണിനെയും അറിയേണ്ടത്. അച്ഛനും മോനങ്ങ് ഇറങ്ങിയൊക്കെയാണ് പോക്കറ്റ് വീർപ്പിക്കാൻ BJP-ക്കാരെ പറ്റിച്ചിട്ട്. അങ്ങനെ ഏതൊരു ചങ്ങായി സിനിമ എടുത്തിരുന്നല്ലേ, പുഴ മുതൽ പുഴ വരെ, കടല് വരെ, കക്കൂസ് വരെ എന്തൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്താക്കി, കുറെ പൈസ പോക്കറ്റിലേക്ക് എത്തിച്ച്. പിന്നെ ഒരു വിവരം കണ്ടില്ല. ഒരു മളിഞ്ഞ മൊബൈൽ ഫോണിൽ ഒരു സിനിമ എടുത്തിട്ട്, സിനിമ ഒന്നും പറയാൻ പറ്റില്ല, സീരിയലിനെക്കാട്ടിയും ഭയങ്കര സംഭവമായിരുന്നിട്ട. അവൻ പറ്റിച്ച് കാശാക്കി, ഇവരും പറ്റിച്ച് കാശാക്കും. വേറെ ഒന്നുമില്ല. ഇതൊക്കെ കാണുന്ന മനുഷ്യന്മാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ, ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ ഭേദമന്യേ BJP അങ്ങ് മാറ്റി വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ട്രൗസർ പൊളിയും. അവര് പൈസ ഉണ്ടാക്കാൻ എന്ത് കൂടത്തരം പറയും. വേണമെങ്കിൽ അവിയൽമാരാറിന് എന്തോ പറയാനുണ്ട്, കാണാം. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഒരു 99% ആൾക്കാർക്കും രാഷ്ട്രീയ ബോധമോ പല വിഷയങ്ങളെ കുറിച്ചുള്ള അറിവോ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ അവരുടെ അറിവില്ലായ്മ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് പലപ്പോഴും കാണുന്നത്. ഞാൻ അറിവുണ്ടായിട്ടും ഊളത്തരം വിളിച്ച് പറയുന്ന നിന്നെയൊക്കെ കാണുമ്പോ തന്നെ എന്റെ പൊന്നുമക്കളെ, യോ നിലപാടില്ലാത്തൊരു കൂട്ടറ. ഓരോ മിനിറ്റിലും മാറ്റി മാറ്റി പറഞ്ഞ ഇവനൊക്കെ കൊണ്ട് ഇരുത്തിയിട്ട് അഭിമുഖം നടത്തുന്നോടാ. അയ്യയ്യയ്യേ. ഇപ്പൊ കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇന്ന് പറയുന്നത് ആയിരിക്കത്തില്ല, വൈകിട്ട് പറയുന്നതായിരിക്കത്തില്ല, നാളെ പറയുന്നത്. നീ പിന്നെ ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. എടാ നിന്റെ പേരിലുള്ള ആ കേസ് തേച്ചു മായ്ക്കാൻ വേണ്ടിട്ടല്ലടാ നീ ഇപ്പൊ BJP പോയിട്ടുള്ളത്, അല്ലേ? ഇവനെ അന്ന് യുദ്ധം നടക്കുന്ന സമയത്ത്, സിന്ദൂർ യുദ്ധം നടക്കുന്ന സമയത്ത് കുറച്ച് ഊളത്തരം വിളിച്ച് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഭയങ്കര പ്രശ്നം കിട്ടി, ഒരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവനെ പോലെ കുറെ കൂതറകളുണ്ട്. നിലപാട് ഇടക്കിടക്ക് മാറ്റി പറഞ്ഞ നീയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. അപ്പൊ ഇവരാരും പറയുന്നതൊന്നും ഇതുവരെയും കേട്ടിട്ടില്ല. ഇവർക്ക് ആകെ അറിയാവുന്ന ഒരാൾ അഖിൽമാരാണ്. അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പുതിയ തലമുറയ്ക്ക് ആകെ അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അഖിൽമാരാർ മാത്രമായതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ടോന്നല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇവൻ പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളേനെ കണ്ടിയും കഷ്ട കൂപമണ്ടുകനെയായോ. അതിനുള്ളിൽ കിടന്ന് കരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവൻ നന്നായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് 2K ഈ ജെൻസെറ്റ് ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഇവനെ എന്നുള്ള ധാരണയിലായിരിക്കുന്നത്. ഇവനെ കുറിച്ച് എല്ലാവർക്കും അറിയുള്ളൂ, മറ്റുള്ള ആളുകളെ കുറിച്ച് ആർക്കും അറിയില്ല എന്നുള്ളത്. എവിടുന്നാടാ നീയൊക്കെ വരുന്നത്? ഇവിടെ ഓരോ രാഷ്ട്രീയ സംഘടനക്കും കോളേജ് രാഷ്ട്രീയം മുതൽ തുടങ്ങുന്നതാ. അവിടുന്ന് ഓരോ വെച്ചടി കേറിയിട്ടാണ് അവർ ഓരോ മേഖലകളിലേക്ക് എത്തുന്നത്. നീ പറഞ്ഞിട്ട് വേണം രാഷ്ട്രീയം പഠിക്കാൻ ഇവിടെ ആളുകൾ. നിനക്ക് എന്ത് രാഷ്ട്രീയം ഉള്ളത്? നീ ശരിക്കും നല്ലൊരു പറയുന്നില്ല, ആ ഒരു സുരേഷ് ഗോപി പറഞ്ഞ പോലെ അമ്മാതിരി രാഷ്ട്രീയക്കാരനാണ് നീ. അയ്യോ ഇവരുടെയൊക്കെ അത് അറിയാമെന്നതല്ല ഞാൻ പറഞ്ഞത്. ഇവർ പറയുന്നത് ഇവരാരും നാളെ ഇതുവരെ കേട്ട് കാണത്തില്ല. അങ്ങനെ കേട്ടിരുന്നെങ്കിൽ ഈ അഭിപ്രായത്തിന്റെ അകത്ത് വരുന്ന വൈരുദ്ധ്യങ്ങള്, വ്യത്യാസങ്ങൾ, ഇതൊക്കെ ആഘോഷമാക്കാനുള്ള ആയിരക്കണക്കിന് വീഡിയോകൾ സമ്മാനിച്ചിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ ആർഷോയും ഈ സകല UFA നേതാക്കന്മാരും സകല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാവരും. പക്ഷെ ഇതിനകത്ത് ഞാൻ എന്റെ കാര്യത്തിൽ കോൺഫിഡന്റോടുകൂടി ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഒരു വിഷയത്തിൽ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ എവിടെങ്കിലും ഒരു 10 സെക്കൻഡിൽ അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നതല്ലാതെ ആ വിഷയത്തിൽ ഇപ്പം വിഷ്ണുവിനോട് ചോദിക്കും, ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഇന്നലെ വരെയുള്ള അഭിപ്രായം അല്ലെങ്കിൽ നിലപാട് ഇതായിരുന്നില്ലേ, ഓക്കെ അതാണോ അല്ലയോ, മാറ്റിയിട്ടുണ്ടോ എന്ന് ഞാൻ ഇപ്പൊ ചോദിക്കുമ്പോഴല്ലേ പറയാൻ പറ്റൂ. നീ ചോദിക്കുമ്പോ മാറ്റി പറയും നിലപാട്. അത് മാറ്റിയല്ല, അതാണ് എന്റെ നിലപാടെന്ന്. എടാ ഇമ്മാതിരി കൂതറയനോടൊക്കെ ഇന്റർവ്യൂവിൽ വിളിച്ചുകൊണ്ട് ഇരുത്തല്ലേ. ഞാൻ കാര്യമായിട്ട് പറയും, എന്ത് വലിയ പൊട്ടനറിയുമേ. ഇവന്റെ പൊട്ടത്തരങ്ങളൊക്കെ കേൾക്കാൻ ജനങ്ങൾ ഇരിക്കും തോന്നുന്നുണ്ടാ? ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് പറഞ്ഞു കേൾക്കണില്ല, ആരും അഖിൽമാരാറ് പറഞ്ഞു കേൾക്കുന്നുള്ളൂ. സ്വന്തം പേര് PR വർക്കിനിരിക്കുക, സ്വയം PR വർക്കിന്. ഇമാതിരി കൂതറകളൊക്കെ എന്തായാലും നല്ല സ്ഥലത്ത് പോയിട്ട് തന്നെ വീണിട്ടുണ്ട്. പ്രാവശ്യം തോറ്റു കഴിഞ്ഞ എന്റെ പൊന്നുമക്കളെ ആരും സപ്പോർട്ട് ചെയ്യരുത്. ഇവന്റെ ഒക്കെ ഡയലോഗ് അടി കേട്ടാൽ തന്നെ മതിയല്ലോ. ഇത്രയും നാള് BJPക്ക് അഗൈൻസ്റ്റ് സംസാരിച്ചവനവൻ ഒറ്റയടിക്ക് അങ്ങ് തിരിഞ്ഞു. പോക്കറ്റ് വീർപ്പിക്കണം, സ്വന്തം പേര് പൊക്കി പറയണം, അതിനുവേണ്ടി മാത്രമായിട്ടൊരു സീറ്റ് കിട്ടും, അവിടെ പോയി ഇരിക്കുക. ഇതാണ് ഇവന്റെ ഒക്കെ ലക്ഷ്യം എന്നുള്ളതാണ്. കൂതറകള്
എടാ മുസ്ലിം വിരോധികളായ ആളുകളാണ് BJP വോട്ട് എന്ന് പറഞ്ഞമല്ലടാ നീ. എന്നിട്ട് നീ ഉളുപ്പില്ലാതെ പോയിട്ട് വോട്ട് തിണ്ടുന്നില്ലേ? മഹാത്മാഗാന്ധിയുടെ പ്രതിമക്ക് താഴെ വന്നിട്ട് അവൻ പ്രാർത്ഥിക്കുന്നു, പുഷ്പാർച്ചന നടത്തുന്നു. ഇവന്റെ പാർട്ടിയിലുള്ള പല കൂതറകളും ഈ PC ജോർജ് അടക്കമുള്ള ആളുകൾ മഹാത്മാഗാന്ധിയെ തള്ളി പറഞ്ഞതാ. നാദൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന നികൃഷ്ട ജീവിയെ പൂജിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള പാർട്ടിയിലാണ് ഇവൻ പോയിട്ടുള്ളത്. എന്നിട്ടാണ് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോന്റെ അടിയിൽ പോയിട്ട് അല്ല പ്രതിമയുടെ അടിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇവന്റെ ഈ പ്രഹസനങ്ങൾ ഉണ്ടല്ലോ പൊന്നുമക്കളെ, ഇവന്റെ ഈ പ്രഹസനങ്ങളൊന്നും കണ്ട് വോട്ട് ചെയ്യല്ലേ. ഞാൻ കാര്യമായിട്ട് പറയാം, LDF or UDF അതിനെ മാറ്റി നിങ്ങൾ കുത്തിക്കഴിഞ്ഞാൽ മൂഞ്ചും. ഞാൻ കാര്യമായിട്ട് പറയാം, മൂഞ്ചി പോവും നിങ്ങൾ. ഇവര് ഭരണം പിടിക്കാൻ പോവാണ്, തേങ്ങയാണ്. ഒന്ന് പോടാപ്പ. കേരളത്തിൽ ആ പരിപ്പൊന്നും വേവൂല. പിന്നെ കുറെ വിവരമില്ലാത്ത കുറെ എണ്ണം കൂടെ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ കുറെ റീൽസോളികളൊക്കെ പിന്നാലെ കുറെ എണ്ണം നടക്കുന്നുണ്ട് എന്നാണ്. ഒരുത്തർ റോബിൻ രാധാകൃഷ്ണൻ, എന്റെ പൊന്നെ, അവൻ പാടത്ത് പറമ്പിലെ ക്രിക്കറ്റ് കളിച്ചിട്ടൊക്കെ ചെക്കന്മാരെ വോട്ട് പിടിക്കാൻ നോക്കാന്നുള്ള പരിപാടിയാ. ഞാൻ നോക്കിയപ്പോ ചെക്കന്മാർക്ക് 18 വയസ്സ് പോലും ആയിട്ടില്ല. 10-15 വയസ്സുള്ള ചെക്കന്മാരായിട്ട് അവൻ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാത്തത്. അവന്റെ ഫുൾ ടോസ് ബോളിൽ ഒരു 6 അടിന്റെ പൊന്നെ ചിരിച്ച് ചത്തുക്കണ്. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പൊ PC ജോർജ് നരേന്ദ്രമോദിയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പിടിച്ച് പുറത്താക്കുവോ? എവിടെ പുറത്താക്കുന്നു? ഇമാതിരി ഊളത്തരം പറയുന്ന ആളുകളെ പിടിച്ചു വെച്ചോണ്ടിരുന്നാലേ അവർക്ക് രക്ഷയുള്ളൂ. വെറുതെ ഒരു കാര്യമില്ലാതെ നെഗറ്റീവ് അങ്ങ് സ്പ്രെഡ് ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. അപ്പോഴും മെയിൻ സ്ട്രീമിൽ നിറഞ്ഞു നിന്നാൽ മതി. തെറി കിട്ടിയിട്ടാണെങ്കിലും തല്ല് കിട്ടിയിട്ടാണെങ്കിലും ഇടപ്പാളോട്ടം പോലെയുള്ള സംഭവങ്ങളാണെങ്കിലും നിറഞ്ഞു നിന്നാൽ മാത്രം മതി. ഞങ്ങൾക്കത് മതി. ജയ് ശംഖശക്തി. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായിട്ട് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.